പ്രിയ ഛാത്രാः, സംസ്കൃതകക്ഷ്യായാം സുസ്വാഗതം. കഴിഞ്ഞ പാഠഭാഗങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വേണമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ആ ശ്ലോകങ്ങളുടെ ആശയം ഒന്ന് ചുരുക്കി പറയാം. ദിലീപ മഹാരാജാവിനെ പരീക്ഷിക്കുന്നതിനായി നന്ദിനി ഒരു ഗുഹയിൽ പ്രവേശിച്ചു. ആ നന്ദിനിയെ ഒരു സിംഹം ആക്രമിക്കാൻ വരുന്നത് കണ്ട് ശരമുയർത്താൻ ശ്രമിക്കുന്നതായ ദിലീപനോട് മനുഷ്യവാക്കുകളിൽ ഇപ്രകാരം പറഞ്ഞു: ചക്രവർത്തി പദവിയും യൗവനയുക്തനുമായ അങ്ങ് നിസ്സാരമായ ഈ ധേനുവിന് വേണ്ടി ഈ ശരീരം ഉപേക്ഷിക്കുന്നു എങ്കിൽ കാര്യഗൗരവമില്ലാത്ത ഒരു മൂഢനാണ് അങ്ങ് എന്ന് ഞാൻ വിചാരിക്കും. ജീവജാലങ്ങളോട് അനുകമ്പയുള്ളവനായ അങ്ങ് ഒരു പശുവിനു വേണ്ടി ശരീരം ത്യജിച്ചാൽ കേവലം ഈ ഒരു പശു മാത്രമേ ക്ഷമവതിയാകുന്നുള്ളൂ. അദ്യ സംബന്ധമാഭാഷണപൂർവകം നാമ പാഠഭാഗസ്യ ചതുർത്ഥ ശ്ലോകഃ പടാമഃ. തദ്രക്ഷ കല്യാണ പരമ്പരാണാം ഭോക്താരമൂർജസ്വലമാത്മദേഹം മഹീതല സ്പർശനമാത്ര ഭിന്നം വൃദ്ധം ഹി രാജ്യം പദമൈന്ദ്രമാഹുഃ. പദച്ഛേദം. തത് രക്ഷ കല്യാണ പരമ്പരാണാം ഭോക്താരം ഊർജസ്വലം ആത്മദേഹം മഹീതല സ്പർശനമാത്ര ഭിന്നം ഋദ്ധം ഹി രാജ്യം പദം ഐന്ദ്രം ആഹുഃ. ഏകവാരം അഭിവദാമി. തത് രക്ഷ കല്യാണ പരമ്പരാണാം ഭോക്താരം ഊർജസ്വലം ആത്മദേഹം മഹീതല സ്പർശനമാത്ര ഭിന്നം ഋദ്ധം ഹി രാജ്യം പദം ഐന്ദ്രം ആഹുഃ. അന്വയഃ. തത് കല്യാണ പരമ്പരാണാം ഭോക്താരം ഊർജസ്വലം ആത്മദേഹം രക്ഷ ഹി വിദ്വാംസഃ ഋദ്ധം രാജ്യം മഹീതല സ്പർശനമാത്ര ഭിന്നം ഐന്ദ്രം പദം ആഹുഃ. തത് തസ്മാത് ഹേതോഃ, ആ കാരണം കൊണ്ട് കല്യാണ പരമ്പരാണ മംഗളശ്രേണീനാം സമസ്ത മംഗളങ്ങളെയും ഭോക്താരം അനുഭവന്തം അനുഭവിക്കുന്നവനും ഊർജ്ജസ്വലം ബലവന്തം ബലമുള്ളതും ആയ ആത്മദേഹം നിജം ശരീരം സ്വന്തം ശരീരത്തെ രക്ഷ പാലയ സംരക്ഷിക്കുക. ഹി യതഃ എന്തുകൊണ്ടെന്നാൽ വിദ്വാംസഃ മനീഷിണഃ പണ്ഡിതന്മാർ ഋദ്ധം സമൃദ്ധമായ രാജ്യം രാജ്യത്തെ മഹീതല സ്പർശനമാത്ര ഭിന്നം ഭൂതല സ്പർശേന പരം പൃഥക് ഭൂതം ഭൂമിയെ സ്പർശിച്ചു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം വേറിട്ട് നിൽക്കുന്നതായ ഐന്ദ്രം പദം ഇന്ദ്രസംബന്ധി സ്ഥാനം സ്വർഗമായിട്ട് ആഹുഹു കഥയന്തി പറയുന്നു. ഏകവാരം അഭിവദാമി. തത് തസ്മാത് ഹേതോഹോ, അതുകൊണ്ട് തന്നെ ആ കാരണം കൊണ്ട് തന്നെ കല്യാണ പരമ്പരാണ മംഗളശ്രേണീനാം സമസ്ത മംഗളങ്ങളെയും ഭോക്താരം അനുഭവന്തം അനുഭവിക്കാനും ഊർജ്ജസ്വലം ബലവന്തം ബലമുള്ളവനും ആയ ആത്മദേഹം നിജം ശരീരം സ്വന്തം ശരീരത്തെ രക്ഷ പാലയ സംരക്ഷിക്കുക. ഹി യതഃ എന്തുകൊണ്ടെന്നാൽ വിദ്വാംസഃ മനീഷിണഃ പണ്ഡിതന്മാർ ഋദ്ധം സമൃദ്ധമായ രാജ്യം രാജ്യത്തെ മഹീതല സ്പർശന മാത്ര ഭിന്നം ഭൂതല സ്പർശേന പരം പൃഥക് ഭൂതം ഭൂമിയെ സ്പർശിച്ചു എന്നുള്ളത് കൊണ്ട് സ്വർഗത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതായ ഐന്ദ്രം പദം ഇന്ദ്രസംബന്ധിയായ സ്ഥാനം സ്വർഗമായിട്ടാണ് ആഹുഹു കഥയന്തി പറയുന്നത്. ആശേഹ. മനീഷിണഃ സുസമൃദ്ധം രാജ്യം ഭൂലോകസ്വർഗമിതി വദന്തി അതഃ തസ്യ പരിപാലനാർത്ഥം സമസ്ത മംഗളാനാം അനുഭോക്താരം സ്വശരീരം പാലയ. മനീഷിണഃ പണ്ഡിതന്മാർ സുസമൃദ്ധം രാജ്യം വളരെ സമൃദ്ധമായിട്ടുള്ള രാജ്യത്തെ ഭൂലോക സ്വർഗമിതി വദന്തി ഭൂലോക സ്വർഗമെന്നാണ് പറയുന്നത്. അതഃ അതുകൊണ്ട് തസ്യ പരിപാലനാർത്ഥം അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സമസ്ത മംഗളാനാം അനുഭോക്താരം എല്ലാ മംഗളങ്ങളെയും അനുഭവിക്കാനുള്ളതായ സ്വശരീരം സ്വന്തം ശരീരത്തെ പാലയ സംരക്ഷിക്കൂ. മലയാളാർത്ഥം: വിദ്വാൻമാർ സമൃദ്ധിയോടുകൂടിയ രാജ്യത്തെ ഭൂലോക സ്വർഗം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ ഭൂമി പരിപാലിക്കുന്നതിന് വേണ്ടി സമസ്തങ്ങളായ മംഗളങ്ങൾ അനുഭവിക്കേണ്ട സ്വന്തം ശരീരത്തെ പരിപാലിക്കുക. നിശമ്യ ദേവാനുചരസ്യ വാചം മനുഷ്യദേവഃ പുനരപ്യുവാച ധേന്വാ തദധ്യാസിത കാതരാക്ഷ്യ നിരീക്ഷ്യമാണഃ സുതരാം ദയാലുഃ.
പദച്ഛേദഃ. നിശമ്യ ദേവാനുചരസ്യ വാചം മനുഷ്യദേവഃ പുനഃ അപി ഉവാച. പുനരപ്യുവാച എന്നുള്ളത് പുനഃ അപി ഉവാച. ധേന്വാ തദധ്യാസിത കാതരാക്ഷ്യ നിരീക്ഷ്യമാണഃ സുതരാം ദയാലുഃ. അന്വയഃ. ദേവാനുചരസ്യ വാചം നിശമ്യ തദധ്യാസിത കാതരാക്ഷ്യ ധേന്വാ നിരീക്ഷ്യമാണഃ സുതരാം ദയാലുഃ സൻ മനുഷ്യദേവഃ പുനരപി ഉവാച. അന്യാർത്ഥം ശൃണ്വന്തു. ദേവാനുചരസ്യ മഹാദേവസ്യ അനുചരസ്യ. മഹാദേവസ്യ അനുചരസ്യ, മഹാദേവന്റെ അനുചരൻ ഇവിടെ ആരാണ്? സിംഹം. സിംഹസ്യ വാചം വചനം, വചനത്തെ നിശമ്യ ശ്രുത്വ കേട്ടിട്ട് തദധ്യാസിത കാതരാക്ഷ്യ തദധ്യാസിതത്വാത് ഭയാർദ്രലോചനയ ആ വാക്കുകളുടെ കാരണത്താൽ ഭയാർദ്രലോചനയ ഭയം കൊണ്ട് ആർദ്രമായ കണ്ണുകളാലെ ധേന്വാ നന്ദിന്യ ആ നന്ദിനിയാൽ നിരീക്ഷ്യമാണഃ വിലോക്യമാനഃ നോക്കുന്നവനായ സുതരാം നിതരാം അങ്ങേയറ്റം ദയാലുഃ സൻ ദയാർദ്രഃ സൻ ദയാലുവായിട്ട് മനുഷ്യദേവഃ നരേശഃ. ഇവിടെ ആരാണ് നരേശൻ? നരാണാമീശഃ ദിലീപഃ രാജാവ് പുനരപി ഭൂയോപി ഭൂയഃ ഉവാച അകഥയത്. ഏകവാരമപി വദാമി. ദേവാനുചരസ്യ മഹാദേവസ്യ അനുചരസ്യ മഹാദേവന്റെ അനുചരൻ സിംഹം. സിംഹസ്യ വാചം വചനം വാക്കുകളെ നിശമ്യ ശ്രുത്വ കേട്ടിട്ട് തദധ്യാസിത കാതരാക്ഷ്യ തദധ്യാസിതത്വാത് ഭയാർദ്രലോചനയാ ആ വാക്കുകളെ കേട്ട കാരണത്താലെ ഭയാർദ്രലോചനയ ഭയം കൊണ്ട് ആർദ്രമായ കണ്ണുകളോട് കൂടിയിട്ട് ധേന്വാ നന്ദിന്യ ആ നന്ദിനിയാൽ നിരീക്ഷ്യമാണഃ വിലോക്യമാനഃ നോക്കുന്നവനായ സുതരാം നിതരാം അങ്ങേയറ്റം ദയാലുഃ സൻ ദയാർദ്രഃ സൻ ദയാലുവായി മനുഷ്യദേവഃ നരേശഃ ആ രാജാവ്. രാജാവ് ഇവിടെ ആരാണ്? ദിലീപൻ. പുനരപി പുനഃ അപി ഭൂയോപി വീണ്ടും ഉവാച അകഥയത് പറഞ്ഞു. ആശയഃ. നന്ദിനി സിംഹസ്യ പ്രവൃത്യാ ഭയാർദ്രലോചനാ ഭൂത്വാ രാജാനം ഈക്ഷിതവതി. തദാ ആർദ്രഹൃദയഃ രാജാ ദിലീപഃ മഹേശ്വരഭൃത്യസ്യ സിംഹസ്യ വാചം ശ്രുത്വാ പുനരപി അവദത്. നന്ദിനി ധേനു സിംഹസ്യ പ്രവൃത്തിയ സിംഹത്തിന്റെ പ്രവൃത്തി കൊണ്ട് ഭയാർദ്രലോചന ഭൂത്വ ഭയം കൊണ്ട് ആർദ്രമായ കണ്ണുകളോട് കൂടിയിട്ട് രാജാനം ഈക്ഷിതവതി ആ രാജാവിനെ നോക്കി. തഥാ അപ്പോൾ ആർദ്രഹൃദയ രാജ ആർദ്രമായ ഹൃദയത്തോടു കൂടിയതായ രാജാവായ ദിലീപൻ മഹേശ്വരഭൃത്യസ്യ സിംഹസ്യ മഹേശ്വരഭൃത്യനായ സിംഹത്തിന്റെ വാചം ശ്രുത്വ വാക്കുകളെ കേട്ടിട്ട് പുനരപി അവദത് വീണ്ടും പറഞ്ഞു. നന്ദിനി സിംഹത്തിന്റെ പ്രവൃത്തി കൊണ്ട് ഭയം കൊണ്ട് ആർദ്രമായ കണ്ണുകളോടുകൂടി രാജാവിനെ നോക്കി. അപ്പോൾ ആർദ്രഹൃദയനായ ദിലീപൻ മഹേശ്വരഭൃത്യനായ സിംഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് വീണ്ടും പറഞ്ഞു. ചതാത് കില ത്രായത ഇത്യുദഗ്രഹ ക്ഷത്രസ്യ ശബ്ദോ ഭുവനേഷു രൂഢഃ രാജ്യേന കിം തദ് വിപരീതവൃത്തേഃ പ്രാണൈരുപക്രോശമലീമസൈർവാ. പദച്ഛേദം ശൃണ്വന്തു. ക്ഷതാത് കില ത്രായതേ ഇതി ഉദഗ്രഹ ക്ഷത്രസ്യ ശബ്ദഃ ഭുവനേഷു രൂഢഃ രാജ്യേന കിം തദ് വിപരീതവൃത്തേഃ പ്രാണൈഃ ഉപക്രോശമലീമസൈഃ വാ. അന്വയഃ. ഉദഗ്രഹ ക്ഷത്രസ്യ ശബ്ദഃ ക്ഷതാത് ത്രായതേ ഇതി ഭുവനേഷു രൂഢഃ കില തദ് വിപരീതവൃത്തേഃ രാജ്യേന വാ ഉപക്രോശമലീമസൈഃ പ്രാണൈഃ കിം. അന്വയാർത്ഥഃ. ഉദഗ്രഹ ഉന്നതമായ ക്ഷത്രസ്യ ക്ഷത്രവർണ്ണസ്യ ക്ഷത്രിയ വംശസ്യ
ശബ്ദഃ വാചകഃ ശബ്ദത്തിന്, ക്ഷത്രിയ ശബ്ദത്തിന് ക്ഷതാത് നാശാത് നാശത്തിൽ നിന്ന്, ത്രായതേ രക്ഷതി രക്ഷിക്കുക, ഇതി എന്ന് ഭുവനേഷു ലോകേഷു രൂഢഃ പ്രസിദ്ധിഃ കില ലോകത്ത് പ്രസിദ്ധമാണല്ലോ. തത് വിപരീതവൃത്തേഃ ക്ഷത്രിയവർഗസ്യ വിരുദ്ധ വ്യാപാരവതഃ ക്ഷത്രിയ വംശത്തിന് വിപരീതമായ പ്രവർത്തി കൊണ്ട് നേടുന്നതായ രാജ്യേന രാജഭാവേന ആ രാജഭാവം കൊണ്ടോ വാ അഥവാ അല്ലെങ്കിൽ ഉപക്രോശമലീമസൈഃ നിന്ദാമലിനൈഃ നിന്ദനീയമായ പ്രാണൈഃ അസുഭിഃ ഈ ജീവനെ കൊണ്ടോ കിം പ്രയോജനം. ഏകവാരമവദാമി. ഉദഗ്രഹ ഉന്നതഃ വലിയ, ക്ഷത്രസ്യ ക്ഷത്രവർഗസ്യ ക്ഷത്രിയ വംശസ്യ ശബ്ദഃ ക്ഷത്രിയ വംശം എന്ന ശബ്ദത്തിന് ക്ഷതാത് നാശാത് നാശത്തിൽ നിന്ന്, ത്രായതേ രക്ഷതി ഇതി രക്ഷിക്കുക എന്ന്, ഭുവനേഷു ലോകേഷു ലോകത്തിൽ, രൂഢഃ പ്രസിദ്ധഃ കില പ്രസിദ്ധമാണല്ലോ. തത് വിപരീതവൃത്തേഃ ക്ഷത്രിയ വർഗസ്യ വിരുദ്ധ വ്യാപാരവതഃ ക്ഷത്രിയ വർഗത്തിന് ആ ക്ഷത്രിയ വംശത്തിന് വിരുദ്ധമായ വ്യാപാരത്തെ കൊണ്ട്. ഇവിടെ എന്താ വിരുദ്ധമായ വ്യാപാരം? നന്ദിനിയെ, സ്വന്തം ശരീരത്തെ രക്ഷിച്ചുകൊണ്ട് നന്ദിനിയെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ അത് എന്താണ്? ക്ഷത്രിയ വംശത്തിന് വിരുദ്ധമായ ഒരു പ്രവൃത്തി തന്നെയാണ്. അപ്പോൾ രാജ്യേന അങ്ങനെ നേടുന്നതായ രാജ്യേന രാജഭാവേന ഈ രാജഭാവം കൊണ്ടോ വാ അഥവാ അല്ലെങ്കിൽ ഉപക്രോശമലീമസൈഃ നിന്ദാമലിനൈഃ നിന്ദനീയമായ പ്രാണൈഃ അങ്ങനെ നിന്ദിക്കപ്പെട്ടതായ ഈ ജീവനെ കൊണ്ടോ അസുഭിഃ കിം പ്രയോജനം എന്താണ് പ്രയോജനം? ആശയഃ ക്ഷതാത് ത്രായതേ ഇത്യർത്ഥേ ഏവ ക്ഷത്രശബ്ദഃ ലോകേ പ്രസിദ്ധഃ ഖലു തസ്യ വിരുദ്ധ വ്യാപാരവതഃ രാജ്ഞഃ രാജഭാവേന ഏതാദൃശൈഃ നിന്ദനീയൈഃ പ്രാണൈഃ വാ കിം പ്രയോജനം. ക്ഷതാത് ത്രായതേ ആപത്തിൽ നിന്ന് സംരക്ഷിക്കുക, ഇത്യർത്ഥേ ഏവ എന്നർത്ഥത്തിൽ തന്നെയാണ് ക്ഷത്രശബ്ദഃ ലോകേ പ്രസിദ്ധഃ ക്ഷത്രശബ്ദം ക്ഷത്രിയ ശബ്ദം ലോകത്തിൽ പ്രസിദ്ധമായിട്ട് ഉള്ളത്. തസ്യ വിപരീതവൃത്തേഃ അതിന് വിപരീതമായ പ്രവൃത്തി കൊണ്ട് നേടുന്നതായ രാജ്ഞഃ രാജഭാവേന രാജാവിൻ്റെ രാജഭാവം കൊണ്ടോ ഏതാദൃശൈഃ നിന്ദനീയൈഃ പ്രാണൈഃ ഇപ്രകാരമുള്ള നിന്ദനീയമായ ജീവനെ കൊണ്ടോ കിം പ്രയോജനം എന്താണ് പ്രയോജനം? നാശത്തിൽ നിന്ന് രക്ഷിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ക്ഷത്രിയൻ എന്ന വാക്ക് ലോകത്തിൽ പ്രസിദ്ധമായിട്ടുള്ളത്. അതിന് വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്ന രാജാവിൻ്റെ രാജഭാവം കൊണ്ടും ഇപ്രകാരമുള്ള നിന്ദനീയമായ പ്രാണനെ കൊണ്ടും എന്താണ് പ്രയോജനം?